ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാളായിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടിട്ട് കുറേ പേര് എന്ന് വെച്ചാൽ ഞാൻ 3 പ്രാവശ്യം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഈ ടോപ്പിക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എസ്തെറ്റിക് വാൾ ഡെക്കോർ ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട്. ബട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ കാത്തിരുന്ന് എന്നറിയാം, ഞാൻ എനിക്ക് ചെയ്യണമെന്നുണ്ട്, ബട്ട് അതിനുള്ള സാധനങ്ങളൊന്നും ഇല്ല, നല്ല ഐഡിയാസൊന്നും ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഞാൻ ചെയ്തിരിക്കുന്ന 3 എസ്തെറ്റിക് വാൾ ഡെക്കോർ ഐഡിയാസ്. അപ്പം ഇത് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഐഡിയാസ് തന്നെയാണ്. ഫസ്റ്റത്തെ ഐഡിയയിൽ നമുക്ക് സിമ്പിളായിട്ട് A4 ഷീറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഐഡിയയിൽ നമുക്ക് എന്താ പറയുക, കുറച്ച് കാർഡ്ബോർഡ് പീസസ് മതി. തേർഡിലും A4 ഷീറ്റ്. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസാണ്. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ കാണുക, എന്തായാലും ഇഷ്ടപ്പെടും. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. വീഡിയോ കാണുന്നതിനെക്കാട്ടും എസ്തെറ്റിക് ആൻഡ് കൂൾ വൈബ് തരുന്നുണ്ട് നേരിട്ട് കാണുമ്പോൾ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. സിമ്പിളാണ്, ബട്ട് ഭയങ്കര എസ്തെറ്റിക്കുമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ എനിക്ക് തീരെ വയ്യാതെയാണുള്ളത്, ബട്ട് ഞാൻ കുറേ കാലം ഇത് ട്രൈ ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയോ ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. റീസൺ വേറെ ഒന്നുമല്ല, ഇത് തന്നെയായിരുന്നു. പനീൻ്റെയും തണുപ്പും എല്ലാം മിക്സായിട്ട് തീരെ വയ്യാതിരുന്നു. അപ്പോൾ ഇപ്പോഴും ഉണ്ട് വയ്യായിക, ബട്ട് അത് പറഞ്ഞ് നിന്നാൽ ശരിയാവില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ പ്രൊട്ടക്റ്റീവ് എല്ലാം എടുക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇനി എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ച് ഇന്ന് അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ എല്ലാം ചെയ്തു, ഇന്ന് തന്നെ എഡിറ്റും ചെയ്തു, ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണിത്. അപ്പോൾ ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ വാൾ പോസ്റ്റേഴ്സാണ്. അത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഞാൻ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ച് തീം ആഡ് ചെയ്തതാണ്. അല്ലാതെ ഇതില്ലാണ്ട് എന്താ പറയുക, വാൾ ഡെക്കോർ ഇല്ല. അത് എസ്തെറ്റിക്കായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. അപ്പോൾ ഇനിയും ഇതേപോലത്തെ വാൾ പോസ്റ്റേഴ്സ് ഐഡിയ വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ വാൾ പോസ്റ്റേഴ്സ് ഐഡിയാസ് പറഞ്ഞിട്ട് എന്താ പറയുക, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി ലോങ് അല്ല, ഷോർട്സ് ആയിട്ട് ഞാൻ എന്താ പറയുക, കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഐഡിയാസ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇട്ടാൽ അതൊരു നല്ല ഐഡിയ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്ന എല്ലാ എന്താ പറയുക ഡിസൈൻസും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ചൊക്കെ പിൻട്രസ്റ്റും കുറച്ചൊക്കെ എൻ്റെ ഐഡിയ തന്നെയാണ്. ഞാൻ ഓൾറെഡി എൻ്റെ റൂമിൽ എന്താ പറയുക, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് മെയ്യിലോ ജൂണിലായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് കുറച്ച് മോട്ടിവേഷൻ കോട്ട്സ് എല്ലാം ആയിട്ടുള്ളൊരു എന്താ പറയുക വാൾ പോസ്റ്റേഴ്സ്. അതൊരു റൂം മേക്ക് ഓവർ ഞാൻ തന്നെ സ്വയമായിട്ട് ചെയ്ത, വീഡിയോ ഒന്നുമില്ല, എൻ്റെ ഒരു എന്താ പറയുക താല്പര്യപ്രകാരം ഞാൻ തന്നെ ചെയ്തിട്ടുള്ളൊരു ഐഡിയാസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ തീം ബേസ് ചെയ്തിട്ടും പിൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടും പിന്നെ എന്താ പറയുക, എനിക്ക് തോന്നിയ പുതിയ കുറച്ച് ഐഡിയ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ഉണ്ടെന്ന് വെച്ചാൽ എന്നാലും ഷുവറായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് റിയലി സോറി, ഞാൻ കുറേ നാളായിട്ട് എന്താ പറയുക കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഏതാ വേണമെന്ന്. അപ്പോൾ കുറേ പേര് വോട്ട് ചെയ്തത് ഇതിന് തന്നെയാണ്, ബട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, സോറി. ബിക്കോസ് എന്താ പറയുക സാധനങ്ങളില്ല, കാർഡ്ബോർഡ് ഇല്ല. കാർഡ്ബോർഡ് ഉള്ളതാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സൈസല്ല, എല്ലാം കുഞ്ഞു. അപ്പോൾ ഇനി എന്താ പറയുക അങ്ങോട്ടേക്ക് കാർഡ്ബോർഡിലുള്ള കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, എനിക്ക് 92 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കൂട്ടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനിതിൽ മോസ്റ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത് സ്കെച്ചസും അതേപോലെ പെൻസിൽ കളേഴ്സുമാണ്. ബിക്കോസ് പെയിൻറ്റ് ഞാൻ യൂസ് ചെയ്തൊന്നും നിന്നില്ല. പെയിൻറ്റ് യൂസ് ചെയ്യുന്നതൊരു നല്ലൊരു ഐഡിയ ആണ്, ബട്ട് എനിക്ക് മടി കൊണ്ട് മാത്രമാണ്. നമുക്ക് പറഞ്ഞല്ലോ വയ്യായിരുന്നു, അപ്പം അതിൻ്റെ കൂടെ ഇതെല്ലാം എടുത്ത് ചെയ്യാൻ ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പെൻസിൽ കളേഴ്സും സ്കെച്ചസും വെച്ച് അങ്ങ് തൃപ്തിപ്പെടുത്തി. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഐഡിയാസ് തന്നെ എന്താ പറയുക നല്ല രീതിക്ക് പെയിൻറ്റും അതേപോലെ നല്ല രീതിക്ക് കളേഴ്സൊക്കെ കൊടുത്ത് ചെയ്ത സീനായിരിക്കും, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടും. ബട്ട് എനിക്ക് എന്താ പറയുക അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് നല്ല എന്താ പറയുക നല്ല കളർ ഷെയ്ഡ്സ് പെയിൻറ്റും അതൊക്കെ കൊടുത്താൽ നല്ല രീതിക്ക് കിട്ടും. ഞാൻ ഇനി അടുത്ത കാണിക്കാൻ പോകുന്ന വാൾ ഡെക്കോർ ആണെങ്കിലും ഈ പോസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം. അപ്പം നമുക്ക് നെക്സ്റ്റ് ഐഡിയയിലേക്ക് പോകാം.
അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്കൊരു മൾട്ടി പർപ്പസാണ്. നമുക്ക് എന്താ പറയുക വാൾ ഡെക്കറായിട്ടും ഒരു വാൾ ഓർഗനൈസറായിട്ടും എല്ലാം വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ആദ്യം വിചാരിച്ച ഒരു പേസ്റ്റൽ കളേഴ്സിൽ കൊടുക്കാമെന്നാണ്, യെല്ലോ അങ്ങനത്തെയൊക്കെ വിചാരിച്ചിട്ട്. ബട്ട് എന്താ പറയുക, എൻ്റെ അടുത്ത് ആ പെയിൻ്റ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് ചെയ്യുന്നതിന് മുമ്പ് നോക്കിയിട്ടില്ല, അപ്പം എനിക്കറിയില്ലായിരുന്നു അത് തീർന്നില്ല. അപ്പോൾ ഞാൻ എല്ലാം മുറിച്ച് കട്ട് ചെയ്തോ എല്ലാം സെറ്റാക്കി പെയിൻ്റ് എടുക്കുമ്പോഴാണ് ഞാൻ അതിൻ്റെ അകത്ത് കാണുന്നത് വേണ്ടത്ര പെയിൻ്റ് ഇല്ല. പെയിൻ്റ് ഉണ്ട്, പക്ഷേങ്കിൽ എന്താ പറയുക, ഇത് ഫുൾ കളറടിച്ച് നല്ല രീതിക്ക് കിട്ടാനുള്ള അത്ര പെയിൻറ്റ് അതിൻ്റെ അകത്തില്ലായിരുന്നു. അപ്പം പിന്നെ ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇതിനെക്കാട്ടും നല്ല രീതിക്ക് പേസ്റ്റൽ കളേഴ്സ് കൊടുത്താൽ നല്ല സെറ്റായിട്ട് നല്ല രീതിക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടും. അപ്പം ഞാൻ ഷേപ്പ് ഇതാണ് കൊടുക്കാൻ തന്നത്. നിങ്ങൾക്ക് എന്താ പറയുക, സർക്കിളോ ലവോ അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കാം. ഇത് ഞാൻ എന്താ പറയുക വെറുതെ ഒന്ന് ഹാൻഡ് ഡ്രോ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ലാസ്റ്റ് നോക്കിയപ്പോൾ ഇതൊരു എന്താ പറയുക, എനിക്കൊരു ക്യാൻഡി, ഒരു മുട്ടായി ഒരു ഇതുണ്ടല്ലോ, ഒരു ഡിസൈൻ പോലെ എനിക്ക് തോന്നിയത് ഷേപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്ന് പറയുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്നും കൂടി പറയുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വിചാരിച്ച അത്ര എനിക്ക് പെർഫെക്റ്റായിട്ട് ഇത് കിട്ടിയില്ല. അതിൻ്റെ സാഡ് എനിക്ക് നല്ല രീതിക്ക് ഉണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് മാത്രമാണ്. ഞാൻ വിചാരിച്ച പോലെ ഇതെനിക്ക് അങ്ങനെ ഒത്തില്ല. അത് പിന്നെ സ്വാഭാവികമാണല്ലോ, നമ്മളെല്ലാ വീഡിയോയിലും നമുക്ക് എവിടെയെങ്കിലും ഒരു പാഴ്ച പറ്റുമല്ലോ. ബട്ട് ഈ വീഡിയോ മൊത്തം പാഴ്ചയാണ്. വാൾ പോസ്റ്റേഴ്സ് ഫസ്റ്റത്തെ ഒക്കെ കുഴപ്പമില്ല, രണ്ടാമത്തെ ഇത് ഇങ്ങനെ പറ്റിപ്പോയി, മൂന്നാമത്തേതാണെങ്കിൽ അതൊന്നും പറയേണ്ട, അത് ഞാൻ അപ്പം പറയാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ഇതിൽ കാണിക്കുന്ന ഈ ഗ്ലൂ സെറ്റ് ഗ്ലൂ ആണ്. ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഒട്ടും. ബട്ട് എനിക്ക് പറ്റിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ എമൗണ്ടിന് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടാണോ എന്നറിയില്ല, എന്ത് മിസ്റ്റേക്ക് കൊണ്ടാണെന്നറിയില്ല, മൊത്തം കൊളായി ഒട്ടിയെടുക്കുന്ന പറഞ്ഞു വന്ന്. അപ്പോൾ ഞാൻ പിന്നെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ ഇതാക്കി നോക്കിയപ്പോൾ എന്താണെന്നറിയില്ല, ഫെവിക്കോൾ വെച്ച് അതിൻ്റെ മുകളിൽ ഈ ഒരു എന്താ പറയുക ഗ്ലൂ എടുത്ത് ഇതാക്കിയപ്പോൾ നല്ല രീതിക്ക് ഒട്ടി. അങ്ങനെയാണ് ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആണ്, പൊട്ടുന്ന ഒന്നുമില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സ്റ്റേഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാനൊരു ഓറഞ്ച് കൊടുത്തു, മറ്റേതിന് ഞാനൊരു റെഡ് ഷെയ്ഡ് കൊടുത്തു, അത്ര തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്ത പോലെ അതേ തന്നെ ഡിസൈന്, അതേ കളറ്, അതേ ഇതാണെങ്കിലും രസമുണ്ടാവും ഉറപ്പാണ്. എൻ്റെ തന്നെ ഇപ്പോൾ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടാവും. ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെയ്യുമ്പോൾ എനിക്കത്ര നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നില്ല. ബട്ട് എന്താ പറയുക, ഫൈനൽ ലുക്ക് എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ മുകളിൽ കുറച്ച് എന്താ പറയുക ക്യൂട്ടും നമ്മൾ തന്നെ DIY ചെയ്ത സാധനങ്ങളിൽ വെക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടു നല്ല രീതിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എങ്ങനത്തെ വീഡിയോ വേണ്ടതെന്ന് വെച്ചാൽ എന്നാലും പറയുക. ഇനിയും ഇതേപോലത്തെ എസ്തെറ്റിക് വാൾ ഡെക്കോർ ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക. ഞാൻ ഇതേപോലെ എന്താ പറയുക, നമ്മൾ കുറച്ച് നാൾ മുമ്പല്ല, നമ്മൾ ഈ ചാനൽ തുടങ്ങി സെക്കൻഡ് ലോങ് വീഡിയോ ആയ ബോർഡർ ഐഡിയാസ് എന്ന് പറഞ്ഞൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ഇടാമെന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ ഇട്ടില്ല. അതേപോലെ ആവരുത് എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. എസ്തെറ്റിക് വാൾ ഡെക്കോർസ് പറഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ചെയ്യാം. അത് നല്ല രീതിക്ക് നമുക്ക് സെറ്റാക്കാം. ഞാൻ ട്രൈ ചെയ്യാം സെറ്റാക്കാൻ. ഇതെന്തായാലും എന്താ പറയുക ഒക്കെയാണ്. ബട്ട് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമാണ്. ബട്ട് സെറ്റ് ലുക്കാണ്, എല്ലാം കാണാൻ നല്ല രീതിക്ക് ബ്യൂട്ടിഫുള്ളാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഇതുണ്ട്. നല്ല രീതിക്ക് വർക്കൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ ഇതിനും ബ്യൂട്ടിഫുള്ളാവും. അപ്പം ഞാൻ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ക്ലിപ്സും ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ക്ലിപ്പ് പോലും ഇതാണ്ടെന്ന് വെച്ച് പെയിൻ്റ് അടിക്കുന്നത് വരെ. ബിക്കോസ് എന്നാലേ എന്താ പറയുക വീഡിയോ കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ വീഡിയോ ഒന്നും ഉണ്ടാവില്ല, കാണാനും ഒന്നും ഉണ്ടാവില്ല, ഒരു കുറച്ചും ഒരു ലെങ്ത്ത് ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഇത് ഭയങ്കര ലെങ്ത്തായിപ്പോയി. അറൗണ്ട് 20 മിനിറ്റ്സോളം ഉണ്ട്, 18 അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിക്ക് ലോങ് ആയിപ്പോയി. ഞാനൊരു 10 മിനിറ്റ്സാണ് ഉദ്ദേശിച്ചത്, ബട്ട് നല്ല രീതിക്ക് ലോങ് ആയി. എന്തായാലും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസമുള്ള പോലെ ഉണ്ട്. അതാണ് ഞാൻ പിന്നെ കട്ട് ചെയ്യാണ്ടിരുന്നത് ഈ ക്ലിപ്സൊന്നും. അപ്പോൾ ഫൈനൽ ലുക്കായിട്ടുള്ള ഇതിൽ കാണുന്ന ഈ വൈറ്റ് ബോർഡർ അത് ഞാനൊരു A4 ഷീറ്റിൻ്റെ കുഞ്ഞ് പീസ് കൊണ്ട് ചെയ്തതാണ്. അത് ജസ്റ്റ് നേരിയൊരു തിൻ ലെയർ അവിടെ നിന്ന് ഒട്ടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്.
ബട്ട് അതിൻ്റെ ക്ലിപ്പായി ഒട്ടിക്കുന്ന ക്ലിപ്പ് ഇതിൽ കാണുന്നില്ല ഗൈസ്. എനിക്കറിയില്ല എന്ത് പറ്റിയെന്ന്, ബട്ട് അത് കാണുന്നില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐഡിയയിലേക്ക് പോകാം. നെക്സ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക ഫ്രെയിംസാണ്. അപ്പോൾ അത് A4 ഷീറ്റ് കൊണ്ട് തന്നെ. അപ്പം ജസ്റ്റ് ഒരു A4 ഷീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ കാണിച്ച് 3 ഐഡിയയിൽ 2 ഐഡിയയും ചെയ്യാൻ പറ്റും. പിന്നെ കാർഡ്ബോർഡ് പീസ് ഉണ്ടെങ്കിൽ ആ തേർഡ് എന്താ പറയുക സെക്കൻഡ് ഐഡിയ നമ്മൾ ചെയ്ത നേരത്തെ തൊട്ട് മുമ്പ് ചെയ്ത ഐഡിയയും കൂടി ചെയ്യാൻ പറ്റും. ഇത് 3 ചെയ്താൽ തന്നെ ട്രസ്റ്റ് മീ ഗായ്സ് നല്ല എസ്തറ്റിക് വൈബ് ഉണ്ട്. നല്ല രീതിക്ക് എന്താ പറയുക ഒരു നല്ലൊരു ലുക്ക് തന്നെ തരുന്നുണ്ട് റൂമിന്. അപ്പോൾ ഈ തേർഡ് ഐഡിയ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രെയിം ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, ബട്ട് ഇപ്പോൾ ട്രെൻഡ് ഔട്ടാണ്. ബട്ട് എന്നാലും ചെയ്യാറുണ്ട് പലരും. അപ്പോൾ ഞാനിത് എന്താ പറയുക ഫസ്റ്റ് ട്രൈ കുഴപ്പമില്ലായിരുന്നു, കുറച്ച് വലിയ സൈസിൽ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു 3 സൈസിലാക്കണമെന്ന്. എന്നുവെച്ചാൽ ഒന്ന് സ്മോള്, മറ്റേതൊരു മീഡിയം സൈസ്, തേർഡ് വൺ ഒരു ലാർജ്. അപ്പോൾ ഈ ലാർജാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല രീതിക്ക് വേണ്ട ഒരു സൈസിൽ മോഡലിന് കിട്ടിയിട്ടുണ്ട്. ബട്ട് ബാക്കി 2 കൊളായിന്ന് വെച്ചാൽ കൊളായത് തന്നെയാണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഒരു ഓക്കെ ആക്കി എടുത്തതാണ്. അപ്പോൾ അത് പിന്നെ ആ 2 ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പെയിൻറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ ലുക്കേ അങ്ങ് മാറി. അപ്പോൾ ഇപ്പോൾ അതൊരു എന്താ പറയുക കാണാനൊക്കെ ഒരു നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തിരിയും എന്താണ് എനിക്ക് പറ്റിയതെന്ന് വെച്ചാൽ ആ കട്ടിങ്ങിനൊരു കുഴപ്പമാണ് നല്ല രീതിക്ക് വന്നത്. അപ്പം കട്ടിങ് ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ കട്ടിങ് നല്ല രീതിക്ക് കൊളായതുകൊണ്ടാണ് ഇത് കൊളായിപ്പോയത്. നിങ്ങളത് വരുത്താതിരിക്കുക, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എനിക്ക് നല്ലോണം എന്താ പറയുക കട്ടിങ് തെറ്റിപ്പോയി. പിന്നെ ഞാനതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയോ എടുത്ത് അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് പെയിൻറ്റും കൂടി അടിച്ചപ്പോൾ ഒന്ന് ഓക്കെ ആയി കിട്ടിയതാണ്. അപ്പോൾ അടുത്ത ആഴ്ചത്തെ ലോങ് വീഡിയോ ഞാൻ വിചാരിക്കുന്നത് സ്റ്റഡി വ്ളോഗ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്തായാലും പറയുക.
അപ്പോൾ ഇതിൻ്റെ 3ൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് അതൊന്നും അറിയാം ഒന്ന് ബ്യൂട്ടിഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് മീഡിയം സൈസിലെയും സ്മോൾ സൈസിൽ ഒന്ന് ബ്ലാക്ക് പെയിൻറ്റ് വെച്ചൊന്ന് പെയിൻറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഓക്കെ ആയി കാണാൻ. ആദ്യം എന്തായാലും അയ്യോ എന്താ പറയുക നമ്മൾ കൊളായതൊന്നും തിരിയുന്നുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തിരിയും. ഞാനവിടെ കോർണറിൽ മീഡിയം സൈസിലുള്ളതിൻ്റെ കോർണറിൽ ഞാൻ എക്സ്ട്രാ ഒരു പേപ്പർ എന്താ പറയുക പിടിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് എന്നെ എന്താ പറയുക കട്ടിങ് പോയി. അപ്പോൾ ഞാൻ എന്തെല്ലോ ചെയ്ത് ഓക്കെ ആക്കി എടുത്തതാണ്. അപ്പോൾ അടുത്ത ആഴ്ചത്തെ വീഡിയോ സ്റ്റഡി വ്ളോഗാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി കറക്റ്റ് പറഞ്ഞാൽ ഒരു 1 മന്താണ് നമ്മളെ എക്സാംസിനേക്ക് ഉള്ളൂ, ക്രിസ്മസ് എക്സാം. അപ്പോൾ അതിൻ്റേതായ സീരിയസ്നെസ് വരേണ്ട ടൈമായി. 8th സ്റ്റാൻഡേർഡിലെ സിലബസേ മാറിയത് കൊണ്ട് നല്ല രീതിക്ക് പാടുപെട്ടിട്ടാണുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയില്ല. അതിൻ്റെ ഒപ്പം ഇതും കൂടി ഉണ്ട്, യൂട്യൂബും സ്റ്റഡീസും. അപ്പോൾ യൂട്യൂബ് ഇനി എത്രത്തോളം വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. മിക്കവാറും ലോങ് വീഡിയോസ് ആയിരിക്കും ഇടയിൽ കുറവുണ്ടാവുക. ബിക്കോസ് ലോങ് വീഡിയോനാണല്ലോ കൂടുതൽ ടൈം വേണ്ടത്. അപ്പോൾ ലോങ് വീഡിയോ ആയിരിക്കും കുറവായിരിക്കുക. നമുക്കിനി വെക്കേഷന് പിടിക്കാം നല്ല രീതിക്ക് ലോങ് വീഡിയോ നല്ല രീതിക്ക് കുറവായിരിക്കും. ചിലപ്പോൾ ഷോർട്സ് ഞാൻ പരമാവധി ശ്രമിക്കാം. ഷോർട്സിന് വ്ളോഗായിട്ടൊക്കെ ഇടാൻ ശ്രമിക്കാം. വ്ളോഗ് സ്റ്റഡി വ്ളോഗെല്ലാം നല്ല രീതിക്ക് വ്യൂസ് കിട്ടുന്ന കാണുമ്പോഴൊക്കെ തിരിയുന്നുണ്ട്, സ്റ്റഡി വ്ളോഗ് ഇഷ്ടപ്പെടുന്ന. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുക. ഇനി നമുക്ക് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഡബിൾ സൈഡ് ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. അത്ര വെയിറ്റില്ലാത്ത സാധനങ്ങളാണ് ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമായിട്ട് അത്ര വെയിറ്റില്ലാത്ത സാധനങ്ങളാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. അതേപോലെ ഫ്രെയിംസും ഞാൻ എന്താ പറയുക ഡബിൾ സൈഡ് ടാപ്പ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ വാൾ പോസ്റ്റേഴ്സ് ഞാൻ സെലോ ടാപ്പ് വെച്ചിട്ടാണ് മുകളിൽ താഴെയോ സെലോ ടാപ്പ് സ്റ്റിക്ക് ചെയ്ത് അങ്ങനെയാണ് ഫൈനൽ ലുക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ എങ്ങനത്തെ ഷോർട്സാണ് വേണ്ടതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇവിടെ കഴിയാനായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.